ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ശരിക്കും ഞെട്ടിക്കുന്നൊരു കാര്യമാണ്. ക്രൂരതയെ നിയമമായി മാറ്റുന്ന ഒരു രേഖയെക്കുറിച്ച്. അതെ, താലിബാന്റെ പുതിയ ശിക്ഷാ നിയമം. നമ്മളൊക്കെ ഈ 2026 ഒരു ആധുനിക ലോകത്താണ് ജീവിക്കുന്നത് എന്നൊക്കെ വിചാരിക്കുന്നുണ്ടാവും അല്ലേ? പക്ഷേ ആ ധാരണയൊക്കെ തെറ്റാണെന്ന് തെളിയിക്കുന്ന ഒന്നാണിത്. ഇത് വിശ്വസിക്കാൻ കുറച്ച് പ്രയാസമായിരിക്കും, എനിക്കറിയാം. പക്ഷേ ഇത് വെറും വാക്കുകളല്ല. താലിബാൻ ഭരണകൂടം ഔദ്യോഗികമായി പുറത്തിറക്കിയ പുതിയ ക്രിമിനൽ കോഡിലെ ഒരു ആർട്ടിക്കിളാണിത്. ഒരു നിമിഷം ആലോചിച്ചു നോക്കൂ ഈ വാക്കുകളുടെ ഭീകരത. അപ്പോ ഇതൊരു നിർദ്ദേശമോ അല്ലെങ്കിൽ എവിടെ നിന്നോ കേട്ട ഒരു കിംവദന്തിയോ ഒന്നുമല്ല. 2026 ജനുവരി 7 ഒപ്പുവെച്ച് അതീവ രഹസ്യമായി നടപ്പിലാക്കിയൊരു നിയമമാണിത്. ഇപ്പോൾ മാത്രമാണ് ഇതിന്റെ വിവരങ്ങൾ പുറം ലോകം അറിയുന്നത്. ഇതാണ് അവിടുത്തെ ഇന്നത്തെ യാഥാർത്ഥ്യം. ശരി, അപ്പോ ഈ പുതിയതും ഭയാനകവുമായ യാഥാർത്ഥ്യത്തെ നമ്മൾ ഘട്ടം ഘട്ടമായി ഒന്ന് മനസ്സിലാക്കാൻ പോവാണ്. നമുക്കിതിലേക്ക് ആഴത്തിൽ ഒന്നിറങ്ങിച്ചെല്ലാം. അപ്പോ നമ്മുടെ ആദ്യത്തെ ഭാഗം. നമുക്കാദ്യം ഈ നിയമസംഹിത എന്താണെന്നും അതെങ്ങനെയാണ് അനീതിക്കൊരു ഔദ്യോഗിക രൂപം കൊടുക്കുന്നതെന്നും നോക്കാം. ഇതാണ് ആ രേഖയുടെ അടിസ്ഥാന വിവരങ്ങൾ. ക്രിമിനൽ പ്രൊസീജിയർ റെഗുലേഷൻസ്. ഇതിൽ 119 ആർട്ടിക്കിളുകളുണ്ട്. ജനുവരി 7 ഇത് ഒപ്പുവെച്ചു. ഏറ്റവും പ്രധാനം, ഇതൊക്കെ നടന്നത് അതീവ രഹസ്യമായിട്ടാണ്, പുറം ലോകം അറിയാതെ. ഈ നിയമത്തിലെ വിവേചനം എത്രത്തോളം ഉണ്ടെന്ന് മനസ്സിലാക്കാൻ ഈ ഒരു താരതമ്യം മാത്രം മതി. ഒന്നാലോചിച്ച് നോക്കൂ. ഭർത്താവിന്റെ അനുവാദമില്ലാതെ സ്വന്തം വീട്ടുകാരെ കാണാൻ പോയതിന് ഒരു സ്ത്രീക്ക് കിട്ടുന്നത് 3 മാസം വരെ തടവ്. അതേസമയം അവളെ എല്ലൊടിയാത്ത രീതിയിൽ തല്ലിച്ചതച്ചാൽ ഭർത്താവിനുള്ള ശിക്ഷയോ വെറും 15 ദിവസം. ഇതിനെന്ത് നീതിയെന്നാ നമ്മൾ വിളിക്കുക? ഇനി അടുത്തതിലേക്ക് പോകാം. ഈ നിയമം എങ്ങനെയാണ് ഇതിലും ഭയാനകമാകുന്നത് എന്ന് നമുക്ക് നോക്കാം. ലോകമെന്നോ ഉപേക്ഷിച്ച ഒരു സമ്പ്രദായമാണ് അവർ തിരികെ കൊണ്ടുവന്നിരിക്കുന്നത്. ഇതൊരു വ്യാഖ്യാനമൊന്നുമല്ല കേട്ടോ. വളരെ വ്യക്തമായിട്ട് തന്നെ നിയമത്തിൽ ആ വാക്ക് ഉപയോഗിച്ചിട്ടുണ്ട്. ഗുലാം, അതായത് അടിമ. ഇതിന്റെ അർത്ഥം എന്താണെന്ന് വെച്ചാൽ, മനുഷ്യരെ അടിമകളാക്കി വെക്കുന്ന ആ ഒരു പ്രാകൃത സമ്പ്രദായത്തിന് അവർ നിയമപരമായി അംഗീകാരം കൊടുത്തിരിക്കുന്നു എന്നാണ്. ആധുനിക ലോകം ഒരു വശത്ത് മുന്നോട്ടു പോകുമ്പോൾ അഫ്ഗാനിസ്ഥാൻ എങ്ങോട്ടാണ് പോകുന്നത് എന്ന് നമ്മൾ ചിന്തിക്കേണ്ടിയിരിക്കുന്നു. ഈ നിയമം വെറുതെ കുറച്ച് അനീതിപരമായ നിയമങ്ങൾ ഉണ്ടാക്കുക മാത്രമല്ല ചെയ്യുന്നത്. നിങ്ങൾ ആരാണ് എന്നതിനെ ആശ്രയിച്ച് നിയമം ഓരോരുത്തർക്കും ഓരോ രീതിയിൽ ബാധകമാവുന്ന ഒരു സമൂഹം തന്നെ ഉണ്ടാക്കുകയാണ്. ഇപ്പോൾ നോക്കൂ, ഈ സ്ലൈഡ് ശരിക്കും ശ്രദ്ധേയമാണ്. കാരണം ഇത് ആ 4 തട്ടുകളുള്ള നിയമവ്യവസ്ഥയെ വളരെ വ്യക്തമായി കാണിക്കുന്നു. മതപണ്ഡിതന്മാർക്ക് ശിക്ഷയേയില്ല, ഉപദേശം മാത്രം. പ്രഭുക്കന്മാർക്ക് കടുത്ത ശിക്ഷകളിൽ നിന്ന് സംരക്ഷണം. പിന്നെ സാധാരണക്കാർക്ക് ചാട്ടവാരാടി ഉൾപ്പെടെയുള്ള ഏറ്റവും കഠിനമായ ശിക്ഷകളും. നീതി എല്ലാവർക്കും ഒന്നല്ല, നിങ്ങളുടെ സാമൂഹിക പദവി അനുസരിച്ചിരിക്കും എന്ന് സാരം. അപ്പൊ ഇതാണ് ആ പുതിയ സാമൂഹിക ശ്രേണിയുടെ കാതൽ. ഒറ്റവാക്കിൽ പറഞ്ഞാൽ, നിയമത്തിനു മുന്നിൽ എല്ലാവരും തുല്യരല്ല. താലിബാൻ നടപ്പിലാക്കുന്ന ഈ ക്രൂരമായ വിവേചനത്തിന്റെ അടിസ്ഥാന തത്വം തന്നെ ഇതാണ്. ഇനി നമുക്ക് ഈ പുതിയ നിയമം ഏറ്റവും കൂടുതൽ ലക്ഷ്യം വെക്കുന്ന വിഭാഗത്തിലേക്ക് വരാം. എങ്ങനെയാണ് ഈ നിയമങ്ങൾ സ്ത്രീകളെ പൊതുജീവിതത്തിൽ നിന്ന് തന്നെ പൂർണ്ണമായും ഇല്ലാതാക്കാൻ ശ്രമിക്കുന്നത് എന്ന് നോക്കാം. ഈ നിരോധനങ്ങളുടെ ലിസ്റ്റൊന്ന് നോക്കൂ. സ്ത്രീകളുടെ ശബ്ദം വീടിന് പുറത്ത് കേൾക്കാൻ പാടില്ല. ഉറക്കെ സംസാരിച്ചാൽ കുറ്റമാണ്. പുരുഷ ഡോക്ടറെ കാണാൻ പാടില്ല. വിദ്യാഭ്യാസമില്ല. എന്തിനേറെ പറയുന്നു, കോടതിയിൽ ഒരു സാക്ഷി പറയാൻ പോലും ഒരു പുരുഷന്റെ കൂട്ടുവേണം. ഇത് അഫ്ഗാനിസ്ഥാനിലെ സ്ത്രീകളുടെ ദൈനംദിന ജീവിത യാഥാർത്ഥ്യമാണ്. ഇതൊരു ലളിതമായ ചോദ്യമാണല്ലേ? പക്ഷേ ഇതിന്റെ ഉത്തരം അത്ര ലളിതമല്ല. പെൺകുട്ടികൾക്ക് ഡോക്ടറാകാൻ പഠിക്കാൻ പറ്റില്ല. സ്ത്രീകൾക്ക് പുരുഷ ഡോക്ടർമാരെ കാണാനും പറ്റില്ല. അപ്പോൾ പിന്നെ എന്തു സംഭവിക്കും? ഇതൊരു വലിയ പ്രതിസന്ധിയുടെ തുടക്കമാണ്. ഇതാണ് അതിന്റെ ഭീകരമായ പ്രത്യാഘാതം. ഈ നിയമങ്ങൾ കാരണം 2026 ആകുമ്പോഴേക്കും അഫ്ഗാനിസ്ഥാനിലെ പ്രസവ മരണനിരക്ക് 50% കൂടുമെന്നാണ് UN പറയുന്നത്. അതായത് ഈ നിയമങ്ങൾ സ്ത്രീകളുടെ ജീവനും മരണത്തിനും ഇടയിലുള്ളൊരു വിഷയമായി മാറിക്കഴിഞ്ഞു. അപ്പോൾ നമ്മുടെ അവസാന ഭാഗത്തേക്ക് കടക്കുകയാണ്. ഈ വിഷയത്തെ വെറുമൊരു രാജ്യത്തിന്റെ മാത്രം പ്രശ്നമായി കാണാൻ പറ്റില്ല. ഇതൊരു അന്താരാഷ്ട്ര പ്രതിസന്ധി കൂടിയാണ്. ഈ ഒരു വാചകം മാത്രം മതി അവിടുത്തെ അവസ്ഥ പൂർണ്ണമായി മനസ്സിലാക്കാൻ. ഒരു രാജ്യം അവിടുത്തെ പൗരന്മാരെ തന്നെ തടവിലാക്കുന്ന നിയമങ്ങൾ ഉണ്ടാക്കുമ്പോൾ അതൊരു തുറന്ന ജയിലല്ലാതെ മറ്റെന്താണ്? അപ്പോ ഇതെല്ലാം കേട്ട് കഴിയുമ്പോൾ നമ്മുടെ മുന്നിൽ വലിയൊരു ചോദ്യം ബാക്കിയാവാണ്. ഒരു രാജ്യം അവിടുത്തെ ജനങ്ങൾക്ക് തന്നെ ഒരു തുറന്ന ജയിലായി മാറുമ്പോൾ നമ്മൾ, അതായത് ലോകം, എന്ത് ചെയ്യണം? അത് അവരുടെ ആഭ്യന്തര കാര്യമാണെന്ന് പറഞ്ഞ് നമുക്ക് മാറി നിൽക്കാൻ പറ്റുമോ? ഇതൊരു വലിയ ചോദ്യമാണല്ലേ?